കൊച്ചിയിലാട്ടോ. രാവിലെ തന്നെ നല്ല ചൂടാണ്, നല്ല വേർപ്പുണ്ട്, നല്ല ചൂട്. നേരം വെളുത്തപ്പോഴത്തേക്ക് കത്തിക്കയറാണ്. പിന്നെ പരിപാടി ഇവിടെ ഇനി ലവ്മാരിങ്ങനെ കൈ പിടിക്കുക. ഇതെന്നെ പരിപാടി? ഇത് ചിരി ക്ലബ് എന്ന് പറയും. വെറുതെ ചിരിക്കുക? അല്ലല്ല, ഇത് ഒരു എക്സസൈസ് പ്രോഗ്രാമാണ്. ഇത് വേൾഡ് ഫേമസ്. ഇതൊക്കെ ഞാൻ ഇതിലെ ബ്രാൻഡ് അംബാസിഡർ ആണ്. നിർത്താതെ ചിരിക്കുന്നതില് ലോക റെക്കോർഡാണ്. 2 ലോക റെക്കോർഡ് എന്റെ പേരിലായിരിക്കുന്നത്. നിർത്താതെ ചിരിക്കുന്നതിലും നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്യുന്നതിലും. കരച്ചിലൊന്നുമില്ലേ? തീർച്ചയായും കരേണ്ട സമയത്ത് നമ്മൾ കരയും. തീർച്ചയായും നമ്മളല്ലാത്ത നമുക്ക് ചിരിക്കും. എത്ര പേരുണ്ട് നിങ്ങളെല്ലാരും? ഞങ്ങളൊരു 10-20 പേരുണ്ട്. ഇദ്ദേഹം ഒരു 25 വർഷം. 25 കൊല്ലമായി കോഴിക്കോടുള്ള ആളാണ്. കാലിക്കറ്റ് ലാഫ് ക്ലബ്. ക്രിസ്ത്യൻ കോളേജിൽ ചിരിച്ചും കളിച്ചും തുള്ളിയും ഒക്കെ അവിടെയൊക്കെ റെക്കോർഡ് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഞാൻ ഇലക്ഷനായിട്ട് ഇറങ്ങിയതാ. എന്താ അവസ്ഥ ഇലക്ഷൻ ചൂടൊക്കെ? ഇലക്ഷൻ ചൂടൊക്കെ എന്നോട് ഞാൻ എങ്ങനെയാ പറയാ, ഓപ്പണായിട്ട് ഒന്നും പറയില്ല. ഞാൻ അവിടുത്തെ എന്ത് പറഞ്ഞാലും ചിരിക്കവര്. കൊച്ചിലെന്താ അവസ്ഥ? കൊച്ചിയില് നമ്മള് ഞാന് രാഷ്ട്രീയം പറയാൻ പാടില്ലല്ലോ. രാഷ്ട്രീയവും ജാതിയൊന്നും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അങ്ങനെ ആര് ജയിക്കും? എന്താ അവസ്ഥ? ജയിക്കുള്ളൂ. ആണോ? ഉറപ്പാണ്? ഉറപ്പാണ്. പിന്നെ ഒരു സംശയം ഉണ്ടല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. ആണോ? ചേട്ടൻ എനിക്ക് രാഷ്ട്രീയം ഇല്ല. ഇല്ല. എന്ത് തോന്നിട്ട്? പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല സാർ. ഇല്ല. ഇല്ല, പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഒന്നും ഇല്ല. ഇല്ല ഇല്ല, നമുക്കിങ്ങനെ ചിരിച്ചടക്കണം. അതേ ഉള്ളൂ. തീർച്ചയായിട്ടും. എന്ത് പറഞ്ഞാലും ചിരിക്കട്ടവര്. പറ. ഇവിടെ ഹൈവേ വീടനാണ് ഓഫർ. ആണോ? ചാൻസ് കൂടുതൽ. അതെ, ഇവിടെ യുദ്ധം നോക്കിയിട്ടാണ്. വേറെ ഒന്നുമല്ല. ആര് ജയിക്കുമെന്ന് പറയാൻ ഞാനാവില്ല. പക്ഷെ എനിക്കൊരു കാര്യം മാത്രം അറിയാം. കൊച്ചിയെ ഡെവലപ്മെന്റ് ആക്ക് ചെയ്യാൻ കഴിയുമോ, അതിനുള്ള കപ്പാസിറ്റി ആക്കൊണ്ടോ, ആരൊക്കെ അത് ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തിയതിന് ശേഷം വോട്ട് ചെയ്യും. വോട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴേ തീരുമാനിക്കും. ഇപ്പോഴേ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യാനാ? 4 മണിക്കൂർ 1 മിനിറ്റ് 14 സെക്കൻഡ് കണ്ടിന്യൂസ് ചിരിച്ച ലോക റെക്കോർഡ് എടുത്തിരിക്കുന്നത്. വെള്ളം കുടിക്കാൻ പാടില്ല, മൂത്രയിക്കാൻ പാടില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അത് കാരണം നിർത്തൂല. ഉറങ്ങുമ്പോഴൊക്കെ ഉറങ്ങും, ഉറങ്ങാതിരിക്കാൻ പറ്റൂല. കരയേണ്ട സമയത്ത് നമ്മൾ കരയും. ഓക്കെ, താങ്ക് യു. നിയമസഭയിലെ ഇഞ്ചോടിഞ്ചാണ്. കാരണം 4-3 അങ്ങനെയാണ് സീറ്റ് LDF-നും UDF-നും. പക്ഷേ വർഷങ്ങളായി തന്നെ നിലവിൽ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് നല്ല വേരുറപ്പുള്ള മണ്ണാണ് കൊച്ചി. എന്താ അവസ്ഥ ഇലക്ഷനൊക്കെ ആയിട്ട്? ഇലക്ഷനായിട്ട് എന്താ അവസ്ഥ? കാരണം ഏത് പാർട്ടിനെ വിശ്വസിക്കാൻ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ആരെയും ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇത് ക്ഷീണിച്ചോ? ക്ഷീണോ? ക്ഷീണം? ഒരു ക്ഷീണമില്ല, ഫുൾ പവറാണ്. പിന്നെ ഇലക്ഷനൊക്കെ എന്താ അവസ്ഥ പൊതുവേ? എങ്ങനെ? ഇലക്ഷനായി ലോക്സഭ ഇലക്ഷന്റെ ലോകസഭയെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായവും ഇല്ല. സകലതും കള്ളന്മാരാണ്, മുഴുവനും കള്ളന്മാരാണ്. അതങ്ങനെ പറയാൻ കാരണം നല്ലവൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. എന്തായാലും കളം പിടിക്കണമെങ്കിൽ കളത്തിലിറങ്ങി കളിക്കണം. ആര് വേഗത്തിൽ ഓടുന്നുവോ അവർക്ക് ജയിക്കാൻ സാധിക്കും. എന്തായാലും അടുത്ത മണ്ഡലത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.